വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 23 വരെ. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ വെറുത്ത് ഭ്രഷ്ടരാക്കുകയും നിന്ദിക്കുകയും നിങ്ങൾക്ക് ദുഷ്പേരെ പരത്തിപ്പുറത്ത് തള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവീൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകുന്നു. അവിടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 41 ഭാഗത്ത്. മറിയയുടെ വന്ദനം എലിസബേത്തെ കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭാശയത്തിൽ തുള്ളി. എലിസബേത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞു. അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ തക്ക യോഗ്യത എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ എത്തിയപ്പോൾ ശിശു എൻ്റെ ഗർഭാശയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിനെ നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. അപ്പോൾ മറിയാം പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ കന്യാമറിയാമിനുണ്ടായ അനുഭവം, കർത്താവിൻ്റെ പരസ്യശുശ്രൂഷാവേളയിൽ ശിഷ്യന്മാർക്കുണ്ടായതായ ഭാഗ്യാവസ്ഥ, ഇവർക്ക് നമ്മുടേതുമാകുവാൻ നമ്മളെങ്ങനെയാണ് ഏതെല്ലാം കാര്യത്തിൽ ദരിദ്രരായിത്തീരണമെന്നുള്ള കാര്യം. മാതാവ് കുറച്ചിരുന്ന് കല്യാണം വേണ്ടാന്ന് വെച്ചു. സ്ത്രീയുടെ സന്തതി സർപ്പനിലയിൽ ചതിക്കുന്ന കാര്യം നടക്കാൻ എന്നൊക്കെ വേണമെങ്കിൽ മാറ്റി വെച്ചേക്കാം, അതങ്ങ് നടന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്ക് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ മറിയാമാണ് കൃപായുഗത്തിൽ ആദ്യമായി ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് ദാരിദ്ര്യം വ്രതം ഏറ്റെടുത്തിട്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഏറ്റുവാങ്ങുന്നത് ഭാഗ്യവതിയായി മാറിയത്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ദരിദ്രരാകേണ്ടത്? ആത്മശരീര മനസ്സുകളിൽ ഏതെല്ലാം കാര്യത്തിൽ നമുക്ക് ദാരിദ്ര്യം ഇനി വരാനുണ്ട്? ആ ദാരിദ്ര്യം കിട്ടിക്കഴിഞ്ഞ് മാത്രം കിട്ടുന്ന സമ്പത്ത്, സ്വർഗരാജ്യത്തിൻ്റെ സമ്പത്ത് എങ്ങനെ കിട്ടുമെന്നറിയുവാൻ നമ്മുടെ ഉപവാസവും ഈ കുർബാനയും ധ്യാനവും ആരാധന കേട്ട് ആരാധന മുതൽ ആ രഹസ്യം കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മൾ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസങ്ങളോടും എല്ലാ മുൻവിധികളോടും തെറ്റിദ്ധാരണയുടെ യാത്രാവിലൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. ഇന്ന് മാതാവിന് കിട്ടിയ ഭാഗ്യം, അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ഭാഗ്യം നമ്മുടേതാകുവാൻ എന്താണ് തടസ്സം? അത് മാറാനായിട്ട് ശത്രു ഈ കുർബാനയെ സ്വർഗത്തിൽ എത്തിക്കാതിരിക്കാൻ ചില പ്രതിബന്ധങ്ങൾ വെച്ചിരുന്നു. അത് മാറ്റാനായിട്ടുള്ള പ്രാർത്ഥന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ സൈന്യം വന്ന് പിശാചിൻ്റെ സൈന്യത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിത്യകുർബാന അത് ഒരാഴ്ച വട്ടം തികയുന്ന ദിവസമാണെന്ന്. കഴിഞ്ഞ ശനിയാഴ്ച കുർബാന ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ കുർബാനയില്ലായിരുന്നു. ഈ വെള്ളിയാഴ്ച കുർബാനയുണ്ട്. അപ്പോൾ കുർബാന നടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ നടക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ഇന്ന് തുടർച്ചയായിട്ട് 7-ാം ദിവസം നമ്മൾ കുർബാന ചൊല്ലുകയാണ്. 7 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ആ കാര്യമാണ് ഇന്ന് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ കണ്ടത്. നയമാൻ 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് തനിക്ക് സൗഖ്യമുണ്ടായത്. അപ്പോൾ 7-ന് അങ്ങനെ ഒരു പൂർണ്ണതയുണ്ട്. അപ്പോൾ 7 ദിവസം 7 വാരങ്ങൾ കഴിയുമ്പോൾ കിട്ടുന്ന പെന്തക്കോസ്തിയുടെ അനുഭവം. പെന്തക്കോസ്തി എന്ന് പറയുന്ന 7 വാരങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു 50-ാം ദിവസത്തെ അനുഭവമാണ്. അങ്ങനെ നമ്മുടെ ഈ സങ്കേത ഭവനത്തിൽ ഇനി തുടർച്ചയായിട്ട് നടക്കാൻ പോകുന്ന ആരാധന ഓരോ വാരത്തിലും ഓരോ 7 വാരങ്ങൾ കഴിയുമ്പോഴും കിട്ടുന്ന അനുഭവങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിന് തടസ്സം വരുത്താൻ പിശാച് ശ്രമിച്ചാലും അതിനോട് പോരാടിയാൽ നമുക്ക് നയമാന് കിട്ടിയതുപോലെ പുതിയ ശരീരവും പുതിയ ഹൃദയവും പുതിയ ആത്മാവും ലഭിക്കും. കർത്താവിൻ്റെ സാക്ഷിയായി ദൈവത്തെ മാത്രം ആരാധിക്കുമെന്നുള്ള തീരുമാനത്തോടെയാണ് നയമാൻ പോയത്. പക്ഷേ ആ കുഷ്ഠം ഗേഹർഷിക്ക് വന്നു. നമുക്ക് ആ ഗതികേട് വരരുത്. ഈ സങ്കേതഭവനത്തിൽ പല സൗഖ്യം പ്രാപിച്ചു പോകും. അവരിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന തിന്മയൊന്നും നമ്മളെ പറ്റാതിരിക്കാൻ നമ്മൾ ഏകാഗ്രതയുള്ളവരായിരിക്കണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം എന്നുള്ളൊരു തത്വം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ വിശദീകരണങ്ങൾ ആരാധനയുടെ ഇടയിൽ, ഈ ആരാധനയ്ക്ക് ശേഷം സ്വർഗാരോഹണം വരെയുള്ള കുർബാനയുടെ ആ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിചിന്തനം ചെയ്യാം. അതുവരെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ദൈവാത്മാവോട് സംസാരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായി ഉണ്ടായിക്കട്ടെ. ശ്രീവാ പെരുന്നാളിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ചത്തെ ആരാധന വരുന്നു. ആ ഞായറാഴ്ചത്തെ ആരാധനയ്ക്കുള്ള ഒരുക്ക ധ്യാനം എന്ന നിലയിൽ നമുക്ക്
ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എല്ലാം ധ്യാനിക്കുവാനും ആരാധിക്കുവാനും ഒരുങ്ങുവാനും ലഭിക്കുന്ന അവസരങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. സങ്കേത പട്ടണമായി വളർന്ന അനേകർക്ക് അഭയം കൊടുക്കുന്ന ഒരു സ്ഥലമായി, ഒരു ധ്യാനമന്ദിരമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള കൃപ കർത്താവ് ചൊരിഞ്ഞു വന്നപ്പോൾ നമുക്കത് എല്ലാവർക്കും പ്രയോജനകരമാക്കുവാൻ വേണ്ടി ഇപ്പോൾ ദൈവസേനയിൽ നമ്മളവരെല്ലാവരെയും വഹിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ളവരെ, വന്നുകൊണ്ടിരിക്കുന്നവർ, വരാനിരിക്കുന്നവർ, ഇവർക്കെല്ലാം അനുഗ്രഹം വിതരണം ചെയ്യാൻ പറ്റിയതാണ് വിശുദ്ധ കുർബാന. കർത്താവിൻ്റെ കാൽവറി യാഗം അത് ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തുമുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുന്നതായിരുന്നു. 3 കാലങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകിപ്പോകുന്നതാണ് ഒരു കർത്താവിൻ്റെ ദിവ്യബലി. ആ കർത്താവിൻ്റെ കാൽവറി യാഗത്തെ ഓർപ്പിക്കുകയും അതിൽ സഹകരിക്കുകയും അത് തുടരുകയും ചെയ്യുന്നതായ നമ്മുടെ വിശുദ്ധ കുർബാനകൾ 3 കാലങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുക്കുവാൻ പറ്റിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരമാണെന്ന കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ഈ സങ്കേതപട്ടണത്തിലെ സങ്കേതഭവനത്തിൽ ഒന്നിച്ചു കൂടിയിരുന്ന് നമ്മുടെ കഴിഞ്ഞ തലമുറക്കാരെ കുടിശ്ശികയായിട്ട് കിടന്ന അനുഗ്രഹങ്ങൾ അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. ആദാമിൻ്റെ കാലം വരെയുള്ള നമ്മുടെ പൂർവികർ, ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലായി ചെതറിക്കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇനി നമുക്ക് ജനിക്കാനിരിക്കുന്ന തലമുറ, ഈ 3 കാലങ്ങളിലുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഭണ്ഡാരമാണ് തുറന്നു വച്ചിരിക്കുന്നത്. യേശുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ പ്രത്യേകത അതാണ്. അവൻ ചരിത്രത്തിൻ്റെ മധ്യത്തിൽ, ഭൂമിയുടെ മധ്യത്തിൽ, 2 കള്ളന്മാരുടെ മധ്യത്തിൽ നടത്തിയതായ യാഗം എല്ലാ തരക്കാർക്കും അനുഗ്രഹം കിട്ടാനാണ്. പക്ഷേ അത് ലഭിച്ചവർ കുറച്ച് മാത്രമാണ്. അവിശ്വാസം കൊണ്ടും നിസ്സഹകരണം കൊണ്ടും തിന്മയുടെ ആധിക്യം കൊണ്ടും ഇടതുവശത്തെ കള്ളൻ അത് ലഭിക്കാതെ പോയി. വലത്തുവശത്തെ കള്ളൻ പർദീസായി കയറാനൊത്തു. ആദാമിൻ്റെ കാലം മുതലുണ്ടായിരുന്ന അനേകർ കർത്താവിൻ്റെ രക്തം വീണ് കുതിർന്നതായ ആ കുരിശിലൂടെ ആ കർത്താവിൻ്റെ രക്തം പാതാളം വരെ ഒഴുകിച്ചെന്ന് അതവർക്ക് പർദീസാൽ കയറാൻ വഴിയൊരുക്കി. ആ അനുഭവം അന്ന് മുതൽ ഇന്ന് വരെയും തുടരുകയാണ്. ഇടതുവശത്തെ കള്ളനെ പോലെ ഒന്നും കിട്ടാത്തവർ, കുഴിയിലോട്ട് പോകുന്നവർ, വലതുവശത്തെ കള്ളനെ പോലെ പർദീസായി കയറുന്നവർ, ആദാമിനെ ഹവ്വയും പോലെ ഒടുക്കത്തെ ആദാമിൻ്റെ അനുഗ്രഹം വഴിയായി ആദ്യത്തെ ആദാം ഹവ്വയും പർദീസായിലോട്ട് കയറിയതുപോലെ നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന് ചോദിക്കുക. എല്ലാ കുർബാനയിലും ഇതുപോലെ വിതരണം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളുണ്ട്. നമ്മളത് വാങ്ങിച്ച് നമ്മുടെ തലമുറക്കാർക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇന്ന് വായിച്ചതായ തിരുവചന പശ്ചാത്തലത്തിൽ ലൂക്കോസ് 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ സ്വർഗീയ ഭാഗ്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാർ കൊടുക്കുന്നതായ നല്ല മനോഹരമായ ചില സന്ദേശങ്ങളാണ് അതിനകത്തുള്ളത്. അനന്തരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിനു മുമ്പ് ഏതോ കാര്യങ്ങൾ നടന്നതിന് ശേഷമാണിത് അവതരിപ്പിക്കുന്നത്. ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യം അനുഭവിക്കാൻ ആവശ്യമുള്ള ഒരു ദാരിദ്ര്യമുണ്ട്. ചില കാര്യങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായാലേ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനൊക്കെ പോകും. അത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരേണ്ട ഒരു സത്യമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ശാപമായിട്ടോ ഒരു ഗ്രഹപ്പഴയായിട്ടോ ഒരു പരാജയമായിട്ടായിരിക്കാം നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ ദരിദ്രരായിരിക്കുന്നവരെ നമ്മൾ അങ്ങനെയാണ് കാണുന്നവർ നിർഭാഗ്യർ, ഭാഗ്യമില്ലാത്തോ, ശപിക്കപ്പെട്ടോ, കൊള്ളരുതാത്തോ എന്നൊക്കെ ആയിരിക്കാം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവരാജ്യം ആസ്വദിക്കാൻ അത്യാവശ്യമുള്ളൊരു ദാരിദ്ര്യം ഉണ്ടെന്നുള്ള കാര്യം കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് ദൈവം നമുക്ക് ഉൾപ്പെടുത്തി തരേണ്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് കർത്താവ് ഈ കാര്യം അറിയിച്ചത്? ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. അതിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ലൂക്കോസ് ഈ കാര്യം അറിയിക്കുന്നത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചിരുന്നു. അപ്പോൾ അശുദ്ധാത്മാക്കളാൽ സമ്പന്നനായിരുന്നവർ അശുദ്ധാത്മാക്കൾ ഇട്ടു പുറപ്പെട്ടപ്പോൾ ആത്മാവിൽ ദരിദ്രരായിത്തീർന്നു. അപ്പോൾ അവർക്ക് ദൈവരാജ്യത്തിൻ്റെ നീതിയും സമാധാനവും സന്തോഷവും ആസ്വദിക്കാൻ കഴിഞ്ഞു. അശുദ്ധാത്മാക്കളുടെ സമ്പന്നത അവർക്ക് സുബോധം പ്രാപിക്കുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനും സന്തോഷം പ്രാപിക്കുന്നതിനും തടസ്സമായിരുന്നു. അപ്പോൾ ഒന്നിലധികം അശുദ്ധാത്മാക്കൾക്ക് കയറിയിരിക്കുവാനും നമ്മുടെ കൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ അശുദ്ധാത്മാക്കളുടെ സമ്പന്നതയാണ് വിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ തടസ്സം. നമുക്കൊന്നിലധികം ആത്മാക്കളെ കൊണ്ടു നടക്കാനും താമസിപ്പിക്കാനും കൂടെ നടക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്.
അപ്പോൾ നമ്മളുടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിന് തടസ്സമായി നിൽക്കുന്ന ആത്മീയമായ ആത്മാക്കളുടെ അമിതമായ സാന്നിധ്യം നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിന് നമ്മൾ അന്യമാക്കി കളയും. അപ്പോൾ ഇത് നല്ലവണ്ണം തിരിച്ചറിയണം. നമുക്ക് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ ദരിദ്രരാകേണ്ട വശത്തെല്ലാം ദരിദ്രരായിട്ടുണ്ടോ? ദാരിദ്ര്യത്തിന് പകരം ദൈവം വെറുക്കുന്ന സമ്പത്തുകളുണ്ട്. ദൈവം വെറുക്കുന്ന സമ്പത്തുകളെ, ആത്മീയവും മാനസികവും ശാരീരികമായ സമ്പത്തുകളെ നമ്മളിൽ നിന്ന് മാറ്റിയാലേ ആത്മീയവും മാനസികവും ശാരീരികവുമായ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിന് കയറി വരാൻ പറ്റിയ ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ദാരിദ്ര്യത്തിൽ മാത്രമേ ദൈവരാജ്യ അനുഭവങ്ങൾ ഇരിക്കാൻ ഇടയുണ്ടാവുകയുള്ളൂ. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഇരിക്കുവാൻ ഇടയില്ലാതെ വണ്ണം മറ്റു പല കാര്യങ്ങളാണ് നമ്മൾ സമ്പന്നരാണ്. അപ്പം ദൈവരാജ്യത്തിനും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഇരിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് അവ അന്യമായി നിൽക്കുന്നു. പിശാച് തരുന്ന കള്ളസമ്പത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പിശാച് നമ്മളിൽ നിന്ന് മാറുന്നുമില്ല. എൻ്റെ സാധനം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ അവിടെ നമ്മളിവിടെ ഇരിക്കുമെന്ന് പറയും. അപ്പോൾ പിശാചിനെ നമ്മളിൽ നിന്ന് മാറ്റണമെങ്കിൽ പിശാചിന് അവകാശമുള്ളതെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞേ മതിയാവും. പിശാചിന് ഇഷ്ടമുള്ളവരെയും പിശാചിന് അവകാശമുള്ളവരെയും നമ്മൾ മാറ്റിയാലേ അങ്ങനെ ഒരു ശൂന്യത വന്നിട്ട് ആ ശൂന്യതയിൽ ശുദ്ധീകരണം നടന്നിട്ട് പരിശുദ്ധാത്മാവ് മാത്രം എനിക്ക് മതി, വിശുദ്ധന്മാരും അലാഹുമാരും കർത്താവ് മാത്രം എനിക്ക് മതി, ബാക്കി ആരും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവരെ മാറ്റിയെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷം ആസ്വദിക്കാനുള്ളൂ. ഇങ്ങനെ ഒരു വലിയൊരു കാര്യം നമ്മൾ നടക്കാറുണ്ടെന്നുള്ള കാര്യം ഈ തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവർ ആത്മാവിൽ ദരിദ്രരായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ദൈവരാജ്യം അവകാശമാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ മണ്ഡലത്തിലുള്ളതായ അശുദ്ധാത്മാക്കളുടെ സാന്നിധ്യങ്ങൾ, ലഘ്യോൻ ബാധിച്ച മനുഷ്യൻ 6000 ഭൂതങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അവന് വീട്ടിൽ താമസിക്കാൻ വീടില്ലാതായി, നാട്ടുകാർക്ക് വേണ്ടാതായി, ആർക്കും വേണ്ടാതെ ചവക്കോട്ടെ കിടപ്പായി. അവൻ ഈ അശുദ്ധാത്മാക്കളുടെ ശക്തി കൊണ്ട് ചങ്ങല വരെ ഉരുമിയുടയ്ക്കാനുള്ള തൻ്റെ ഇടം. ഇങ്ങനെ അവൻ ആരാലും സ്വീകരിക്കപ്പെടാതെ മുറിവുകളും ചതവുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുമായി ചവക്കോട്ടെ കിടക്കേണ്ടി വന്ന ഗതികേട്. 6000 ഭൂതങ്ങൾ കയറിയപ്പെട്ട സ്വഭാവമാണ്. ഒരു ഭൂതം കയറിയ ആ ഭൂതത്തിൻ്റെ സ്വഭാവം അത് കാണിച്ചിരിക്കും. അതും നമ്മുടെ ആത്മീയമായ ആത്മഫലങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായിരിക്കും. നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് 73-ാം സങ്കീർത്തനക്കാരൻ്റെ അനുഭവം വന്നാലേ പരിശുദ്ധാത്മാവിന് ഇരിക്കാനിടയുണ്ടാവുള്ളൂ. ഈ മർമ്മം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്ന അതാണ്. ദൈവം മാത്രം എനിക്ക് മതി, വേറെ ആരും എൻ്റെ കൂടെ വേണ്ട, ദൈവത്തെ വേണ്ടാത്തവരാരും എനിക്ക് വേണ്ട, ദൈവത്തിന് വേണ്ടിയവരും ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമേ എനിക്ക് മതി എന്ന് പറയുന്ന മനോഭാവത്തിലേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ലൂക്കോസ് 6:19 പറയുന്നത്, ശക്തി അവനിൽ നിന്നും പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കിയത് കൊണ്ട് ജനക്കൂട്ടമൊക്കെയും അവനെ തൊടാൻ ശ്രമിച്ചു. അപ്പം കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകർ സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന ആയിരക്കണക്കിന് പേരെ കർത്താവിനെ തൊടാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. തൊട്ടവർക്കെല്ലാം ശക്തി കിട്ടി, അനുഗ്രഹം കിട്ടി. അപ്പോൾ അവരിൽ നിന്ന് കുടിയിറക്കപ്പെട്ട നന്മയുടെ ശക്തികൾ ദൂരേക്ക് പോയി. കർത്താവിൻ്റെ തൊട്ടപ്പോൾ കർത്താവിൻ്റെ ശക്തി അകത്തോട്ട് കയറി, കർത്താവിൻ്റെ ശക്തി കയറിയപ്പോൾ പിശാചിൻ്റെ ശക്തി വെളിയിലേക്ക് പോയി. അങ്ങനെ അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും സൗഖ്യവും ആസ്വദിക്കാൻ സാധിച്ചു. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ കർത്താവ് പറഞ്ഞ വചനം അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം പോയപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ചോർന്നുപോയി. ഈ സൗഖ്യം പ്രാപിച്ച അനേകായിരങ്ങൾക്ക് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ട് വരാനത്തില്ല. ഒരു യോഹന്നാന് മാത്രമേ കുരിശിൻ്റെ ചുവട്ട് വരാനത്തുള്ളൂ. ഒരു മഗ്ദല മറിയത്തിനും ഒരു മാതാവിനും മാത്രമേ കുരിശിൻ്റെ ചുവട്ട് വരെ പോകാനത്തുള്ളൂ. കാരണം അവർ കിട്ടിയതായ അനുഗ്രഹവും വചനങ്ങളും അവർ നിലനിർത്തി. ആ യേശുവിൻ്റെ വചനത്തിന് മാംസം ധരിക്കുവാൻ അവരുടെ ഹൃദയവും അവരുടെ ശരീരവും വിട്ടുകൊടുത്തു. അപ്പോൾ യേശു അവരിൽ വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ യേശുവിൻ്റെ വചനം മാംസം ധരിക്കുവാൻ നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് യേശുവിനെ തുടർന്ന് അനുഗമിച്ച് കുരിശിന് ചുവട് വരെ എത്തി ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ഒത്ത് സ്വർഗാരോഹണത്തിൻ്റെ അനുഭവത്തിൽ, പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ ആത്മഫലങ്ങൾ വിളയിച്ച് എന്നും ആത്മഫലങ്ങൾ ആയ സന്തോഷവും സമാധാനവും സ്നേഹവും ആസ്വദിച്ച് അതിനെ കൊടുത്ത് അത് ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ ഏത് കൂട്ടത്തിലാണ്? മാമോദിസായിൽ നമ്മുടെ ഭൂതത്തെ എല്ലാം ഒന്ന് ഇറക്കിയതാണ് ഒരു അച്ഛൻ, ഒരു പുരോഹിതൻ തൻ്റെ അഭിഷേകം ഉപയോഗിച്ച് പടിഞ്ഞാറോട്ട് തിരിച്ചു നിർത്തി
തള്ളവിട്ടവരുടെ ഇടത് കൈ കൊണ്ട് നമ്മുടെ ഇടത് കൈയെ പിടിപ്പിച്ചുകൊണ്ട് പിശാചിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കും അശുദ്ധാത്മാക്കളിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അത് 12ാമത്തെ വയസ്സിൽ ഏറ്റുപറഞ്ഞ് ആ അനുഭവം പുതുക്കേണ്ടതായിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചതുപോലെ നമ്മൾ മാമോദിസയുടെ എന്നൊരു സൗഖ്യം പ്രാപിച്ചതാണ്. പക്ഷെ ആ സൗഖ്യം പ്രാപിച്ചപ്പോൾ ഇറങ്ങിപ്പോയ ഭൂതം വേറെ 7 കൂടെ കയറ്റി 8 ഉണ്ടോ ഇപ്പോൾ. 12ാമത്തെ വയസ്സിൽ ആദ്യ കുമ്പസാരത്തിൽ അത് ഏറ്റു പറഞ്ഞിട്ട് ഞാൻ മാമോദിസയിൽ ഇറക്കി വിട്ട ഭൂതത്തിന് പകരം 7 കൂടെ എൻ്റെ കൂടെ ഉണ്ട്, 8 ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്വഭാവം എനിക്ക് അസ്വസ്ഥത വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കരഞ്ഞ് വിലപിച്ച് 12ാം വയസ്സിൽ സത്യകുമ്പസാരം നടത്തിയിട്ട് മാമോദിസയിൽ ഇറക്കി വിട്ട ഭൂതത്തിൻ്റെ കൂടെ തിരിച്ചു വന്ന് കയറി ഇതിനെല്ലാം ഇറക്കി വിട്ടിട്ട് എനിക്ക് എൻ്റെ യേശു മാത്രം മതി എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ നീതിയും സമാധാനം പരിശുദ്ധാത്മാ സന്തോഷവും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കുർബാനയിലും ഈ അനുഭവം പുതുക്കുകയാണ്. അതുകൊണ്ട് കുർബാനയ്ക്ക് മുമ്പുള്ള യാമപ്രാർത്ഥനകൾ, അതിനു മുമ്പുള്ള പാപമോചന പ്രാർത്ഥനകൾ, കുമ്പസാരങ്ങൾ മുതലായവ നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് പിശാചിൻ്റെ സാന്നിധ്യമുള്ള സമ്പന്നാവസ്ഥയിലേക്ക് നമ്മൾ മാറിയെങ്കിൽ അതിന് തിരികെ വരാൻ വേണ്ടിയാണ്. ലഘുവൻ ബാധിച്ചവൻ 6000 ഭൂതങ്ങളുള്ള ആത്മാവിൽ സമ്പന്നനായിരുന്നപ്പോൾ അവന് ബോധമില്ലായിരുന്നു, അവന് വസ്ത്രം വേണ്ടായിരുന്നു, അവന് വീട് വേണ്ടായിരുന്നു, നാട് വേണ്ടായിരുന്നു, അവന് കല്ലറ മാത്രം മതിയായിരുന്നു. അലറിക്ക് നടന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളുടെയും ദുഷ്പ്രവണതകളുടെയും പുറയിൽ ഏതെങ്കിലും ഒരു ഭൂതം കൂടെ കാണും. അതിൻ്റെ അവകാശം തീർത്തതിനെ വിട്ടിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് മാത്രം അവകാശമുള്ള ഇടമായാൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ആ നീതിയും സമാധാനം പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ആസ്വദിച്ച് കർത്താവ് നല്ലവനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അനേകർ കർത്താവിനെ തൊട്ടു, കർത്താവ് അനേകരെ തൊട്ടു, അവർക്കൊക്കെ സൗഖ്യം കിട്ടി. പക്ഷേ അവർക്ക് കിട്ടിയതായ വചനത്തിന് മാംസം ധരിക്കാൻ അവർ സ്ഥലം കൊടുത്തില്ല. കിട്ടിയ അനുഗ്രഹം കൊണ്ട് നടന്നു വന്നു, ഇറങ്ങിയത് പിന്നെയും തിരികെ കയറി. സങ്കേതഭവനത്തിൽ സംഭവിക്കുന്നതാണ്. എല്ലാ കുർബാനയിലും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന ഭൂതത്തെ ഗേറ്റിനുള്ളിലേക്ക് ചാടിക്കും, പൊക്കോളാൻ പറയും. ഗേറ്റിനുള്ളിൽ നോക്കി നിൽക്കുക. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഭൂതോച്ചാടനം, സൗഖ്യം, ശുദ്ധീകരണം എല്ലാ കുർബാനയിലും നടക്കുന്നു. നിങ്ങളോട് കൂടെ വന്ന തിന്മയുടെ ശക്തികൾ ഗേറ്റിനപ്പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങൾ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ വീണ്ടും തിരികെ കയറുമോ? കുർബാനയെ സംബന്ധിച്ചിട്ടും ധ്യാനിച്ചിട്ടും സൗഖ്യം പ്രാപിച്ചിട്ടും എന്തുകൊണ്ട് അത് നിലനിൽക്കുന്നില്ല? അത് ധ്യാനമന്ദിരം ഉത്തരവാദിയല്ല, ദൈവം ഉത്തരവാദിയല്ല, സഭ ഉത്തരവാദിയല്ല, നിങ്ങളാണ് ഉത്തരവാദി, നമ്മളാണ് ഉത്തരവാദികൾ. അപ്പോൾ ഇറങ്ങുന്നത് തിരികെ കയറാൻ നോക്കി നിൽക്കും. അതിന് ഇടം കൊടുക്കാതെ മാംസം ധരിക്കുന്ന യേശു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ അവന് എനിക്ക് അവിടെ ഇടയില്ലെന്ന് പറഞ്ഞൊരു ഒക്കോളൂ. പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഉള്ളിൽ ഗബ്രിയേൽ മാലാഖ വചനം കൊണ്ടുവന്നപ്പോൾ ആ വചനത്തിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടാക്കിയത് എങ്ങനെയാണ്? മറിയാമിൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പം എങ്ങനെ ഗർഭിണിയാവും? അത് പുരുഷനെ അറിയണ്ട, പുരുഷനും വേണ്ട, പുരുഷനുമായിട്ടുള്ള ബന്ധവും വേണ്ട, പരിശുദ്ധാത്മാവ് നിലനിട്ടാൽ മതി. എന്നാൽ ഇനി പോരട്ടെ, എല്ലാം ഞാൻ മാറ്റിയിരിക്കും. ആത്മാവിൽ ദരിദ്രയായി, മാതാവ് ആത്മാവിൽ ദരിദ്രയായി. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഉറച്ചിരുന്ന കല്യാണവും വേണ്ട, ജോസഫച്ചായനും വേണ്ട, കല്യാണവും വേണ്ട, പിള്ളേരും വേണ്ട, കുടുംബം വേണ്ട, ഒരു ബന്ധവും വേണ്ട, എനിക്ക് എൻ്റെ ദൈവം മതി. ഗബ്രിയേൽ മാലാഖ കൊണ്ടുവന്ന വചനത്തിന് വേണ്ടി ഹൃദയം അങ്ങോട്ട് കൊടുത്തു. കല്യാണത്തെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഉണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളും അങ്ങോട്ട് തല്ലിപ്പൊളിച്ച് അങ്ങോട്ട് കളഞ്ഞു. ഉണ്ടായിരുന്ന ആശകളും ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടുന്ന പോലെ മുഴുവൻ ചെത്തി മുറിച്ച് ദൂരെ കളഞ്ഞു. ഒരു കുറ്റിയായിട്ടങ്ങ് മാറി. എല്ലാ ആഗ്രഹങ്ങളെയും സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഉയർച്ചകളെയും കമ്പുകളെയും കൊമ്പുകളെയും എല്ലാം വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി തകർത്തിട്ട് ഒരു കുറ്റിയായിട്ട് അങ്ങോട്ട് മാറി. ആ കുറ്റിയിൽ നിന്ന് മുളച്ചു വന്നതാണ് ആര്? യേശുക്രിസ്തു. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു വന്ന മുളയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലെ എല്ലാ കമ്പുകളും കൊമ്പുകളും വെട്ടിക്കളഞ്ഞ് ഒരു കുറ്റിയാവണം നമ്മളും. അതാ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അനേക കമ്പുകളും കൊമ്പുകളും ഉള്ള വൃക്ഷം സമ്പന്നമാണ്. അതിന് 4 വശത്തേക്കും വ്യാപിച്ചു നിൽക്കുന്ന കമ്പുകളും കൊമ്പുകളും കണ്ടാൽ മനോഹരമാണ്. പുഷ്പിക്കാനും കായ്ക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതെല്ലാം ഒന്നാമത്തെ മനുഷ്യൻ്റെ കഴിവുകളാണ്. എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ വചനമാകുന്ന വാളുകൾ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് ഒരു കുറ്റിയായിട്ട് മാറിക്കഴിയുമ്പോൾ നിന്നെ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് 71-ാം സംഗീതത്തിന് കാര്യം പറയും. അപ്പോൾ അവൻ നമ്മുടെ കയ്യെ കയറി പിടിക്കും. അപ്പോൾ കിട്ടുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവം കൊണ്ട് അതാർക്കും കളയാനൊക്കെയില്ല. ആർക്കും തരാനോ കളയാനോ കഴിയാത്ത ആ സന്തോഷം, ആ സമാധാനം പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിൻ്റെ അനുഭവമായി നമുക്ക് തരും. പക്ഷേ യേശു മാംസം ധരിച്ചുകൊണ്ടേയിരിക്കണം. 9 മാസം രാവും പകലും ഊണിലും ഉറക്കത്തിലും തൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരുന്ന യേശു കുഞ്ഞ് ഈ അമ്മയുടെ ചോരയും നീരും വലിച്ചെടുത്ത് വളരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ സന്തോഷത്തോടെ മാതാവ് സ്വീകരിച്ചു. ആ കുഞ്ഞ് വളരുന്നതിൻ്റെ ആ സന്തോഷം താൻ എലിസബേത്തുമായി പങ്കിട്ടു.
അപ്പോൾ മറിയാം പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിൽ എന്നെ മഹത്വപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു കുഞ്ഞ് സന്തോഷിച്ചു, യോഹന്നാൻ സ്നാപകൻ സന്തോഷിച്ചു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞാണ് ലൂക്കോസ് 1:47. അങ്ങനെ ഒരു ഉല്ലാസം നമുക്കുണ്ടോ? ആ ഉല്ലാസത്തിൽ മാത്രമേ യേശുവിന് മാംസം ധരിച്ച് വളരാനൊക്കെ ഉള്ളൂ. നമ്മുടെ ഓരോ ദിവസത്തെ ആരാധനയും ധ്യാനവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ആ യേശു മാംസം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവനെ ഉത്തേജിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, ആനന്ദിപ്പിക്കുന്നതുമായി അങ്ങനെ നമ്മുടെ ജീവനും ജീവിതവും ശക്തിയും മുഴുവനും കർത്താവിന് മാംസം ധരിക്കാനാണ്, നമ്മൾ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ നീതി നിവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്നും സന്തോഷിക്കാനൊക്കെ ഉള്ളൂ, ആത്മാവിൽ ആനന്ദിക്കാനൊക്കെ ഉള്ളൂ. അതിന് വേറെ ആരും വേണ്ട, ഒന്നും വേണ്ട, യേശു മാത്രം മതി. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതിന് പല വ്യവസ്ഥകളുണ്ട്. കന്യമറിയാം തൻ്റെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ വചനത്തിന് താൻ അടിയറ വെച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ അങ്ങോട്ട് നടക്കട്ടെ, നിന്റെ വചനപ്രകാരം അങ്ങോട്ട് നടക്കട്ടെ. അങ്ങനെ എന്ന് നമ്മൾ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നോ അന്ന് കർത്താവ് മാംസം ധരിക്കാൻ തുടങ്ങും. ആ മാംസം ധരിക്കുന്ന കർത്താവിന് മാംസധാരണം 30 കൊല്ലം വേണമായിരുന്നു. 30 കൊല്ലം കൊണ്ടാണ് താൻ നല്ല ചോരത്തിളപ്പുള്ള ഒരു യുവാവായി പിശാച് ചോദിച്ചിടത്തോളം പൊന്നുമ്മലയാറ്റൻ്റെ രക്തം കൂടെ ഊറ്റിക്കൊടുക്കുവാൻ തന്നെ നല്ല തൻ്റെ ഇടമുള്ള യുവാവായി പാലും തേനും കൊണ്ട് 30 കൊല്ലം മാതാവ് യേശുവിനെ വളർത്തി. 9 മാസം തൻ്റെ മാംസവും തന്നെ രക്തവും തന്നെ ജീവന് ശക്തിയും കൊടുത്തു. അത് കഴിഞ്ഞ് തന്നെ പാല് കൊടുത്തു. അതിനുശേഷം തൈരും തേനും കൊണ്ടുള്ള ഭക്ഷണം കൊടുത്തു. അവർ രണ്ടുപേരും കൂടെ വീട്ടുപണിയെല്ലാം ചെയ്തു. ദാസ്യപ്പണി രണ്ടുപേരും കൂടെ ചെയ്തു. വീട്ടിലെ സകല പണിയും രണ്ടുപേരും കൂടെയാണ് ചെയ്തത്. 12 വയസ്സിന് ശേഷം മാതാവും കർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ. രണ്ടുപേരും എല്ലാ പണിയും ചെയ്യുവാൻ. ദാസ്യപ്പണി ശുദ്ധീകരണത്തിന് ആവശ്യമാണെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പഠിച്ചത്. എല്ലാ ജോലിയും ചെയ്യുന്നത് നല്ലതാണ്, എല്ലാ കഷ്ടപ്പാടും സഹിക്കുന്നത് നല്ലതാണ്. അല്ല ഞാൻ ഇന്നതേ ചെയ്യൂ, ഞാൻ ഇന്നടത്ത് ഇന്നയാളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവും മാതാവും ഒരു വീട്ടിലെ സകല പണികളും ഒന്നും ചെയ്തു. അത് മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യജാതിയുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ടാണ് ചെയ്തത്. യോശുവയും കാലേബും ഒത്തിരി ദാസ്യപ്പണി ചെയ്തു. ലക്ഷക്കണക്കിന് പേരെ ശുശ്രൂഷിച്ചു. ആ മരുഭൂമിയിലെ വരൾച്ചകളെ സ്വാഗതം ചെയ്തു. ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അവർക്ക് 400 കൊല്ലത്തെ ദാസ്യപ്പണിയും 40 വർഷത്തെ മരുഭൂമിയും ശരിക്ക് പ്രയോജനപ്പെടുത്തിയത് 2 പേരേ ഉള്ളൂ, യോശുവയും കാലേബും. അവർക്ക് മാത്രമേ പാലും തേനും ഒഴുകുന്ന ദേശത്തെ എത്താനൊത്തുള്ളൂ. പാലും തേനും ഒഴുകുന്ന ദേശം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഓരോ ആരാധനയിലൂടെ ഓരോ കുർബാനയിലൂടെ നമുക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കയറാം. പക്ഷെങ്കിൽ യോശുവയുടെ മനോഭാവം വേണം, യോഹന്നാന്റെ മനോഭാവം വേണം, മറിയാമിൻ്റെ മനോഭാവം വേണം, കർത്താവിൻ്റെ മനോഭാവം വേണം. അതുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത് മെനക്കെട്ടുന്നത്. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവന് നമ്മളെ യേശുവിനെ പോലെ ആക്കിയിട്ട് ദൈവരാജ്യത്തിന് അനുഭവമുള്ളവരായി, ദൈവരാജ്യ നീതി സമാധാനം പരിശുദ്ധാത്മാവിന് സന്തോഷമുള്ളവരായി കർത്താവിനോട് ചേരുന്ന പൊരുത്തമുള്ളവരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പൊരുത്തക്കേടുകൾ മാറ്റാനാണ് ദൈവം കൃപയിൽ നീട്ടി തരുന്നത്. നമ്മൾ ഇന്ന് വായിച്ചതായ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ അതിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരു പ്രജാതിക്കാരനായ അന്യദേവനെ ആരാധിക്കുന്ന ഒരു രാജാവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സൈന്യാധിപൻ, ഒരു ജോലിക്കാരൻ, ഒരു മന്ത്രി, കുഷ്ഠരോഗം മാറാനായിട്ട് സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന എലീശാ ദീർഘദർശിയുടെ അടുത്ത് പോയാൽ സാധിക്കുമെന്ന ഒരു അടിമ പെൺകുട്ടിയുടെ സാക്ഷ്യം കേട്ടിട്ടാണ് വരുന്നത്. ഇസ്രായേലിലെ ഒരു പെൺകുട്ടിയെ ഈ അന്യദേശത്ത് അത് അടിമയായിട്ട് അവിടെ കൊണ്ടിട്ടിരിക്കുന്നു. അവൾ ഈ എലീശായെക്കുറിച്ച് കേട്ടത് ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനിൽ കൂടെ നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കുന്നപ്പോൾ ആ വലിയ പ്രതീക്ഷയോടെ വരികയാണ്. അവിടെ വന്ന് താൻ പ്രതീക്ഷിച്ചത് രാജാവിൻ്റെ എഴുത്തുള്ളതുകൊണ്ട് തന്നെ വലിയ ബഹുമാനാദരവോടെ സ്വീകരിച്ച് ഈ അസുഖം മാറ്റാനായിട്ട് എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെയാണ് തൻ്റെ ഭാവിയിലെ സങ്കല്പങ്ങൾ. പക്ഷേ ദൈവാത്മാവ് പറഞ്ഞത് ഇയാൾ കുഷ്ഠരോഗി മാത്രമല്ല, പാപിയാണ്, അശുദ്ധനാണ്, അന്യദേവനെ ആരാധിക്കുന്നവനാണ്, അശുദ്ധനാണ്, അവൻ യോർദാനിൽ കുളിച്ചേച്ച് പോക്കാൻ പറഞ്ഞാൽ മതി എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത്. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയിട്ട് പോകുമോ എന്ന് പറഞ്ഞത് അയാളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി തീർന്നു. എന്നോട് ഞാൻ അപമാനം കാണിച്ചത് എന്തിനാ, എന്നെ ബഹുമാനിക്കാഞ്ഞത്? അതൊരു അവഗണനയായിട്ടാണ് തോന്നിയത്. അപ്പം ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് അപമാനമായും അവഗണനയായിട്ടൊക്കെ തോന്നാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ വഴിയും നമ്മുടെ വഴിയും ആകാശവും ഭൂമിയും പോലെ അകന്നിരിക്കും. ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ ചെല്ലുകയില്ല, നമ്മുടെ വഴിയിലേക്ക് യേശുവിനെ കൊണ്ടുവരാനൊക്കെയില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. അവൻ വഴി സത്യം ജീവനുമാണെങ്കിൽ ആ വഴിയിലോട്ട് നമ്മൾ പോക്കണം.
നിർഭാഗ്യവശാൽ നമുക്കെല്ലാം നമ്മുടേതായ ചില വഴികളും നമ്മുടേതായ ചില പദ്ധതികളും ഉണ്ട്. അതിലേക്ക് ദൈവം വന്നോണമെന്ന് വിചാരിച്ചാണ്. ഇപ്പം ഈ 7 ദിവസം അടുപ്പിച്ച് നമ്മളുടെ കുർബാനയല്ലേ, ഇത് അറിഞ്ഞിട്ട് തന്നെ എല്ലാവർക്കും വരാനൊക്കെ അവരോട് ചോദിച്ചേ ചെല്ലുന്നതായിരിക്കും ചിലരുടെ ന്യായം. ഞങ്ങളോട് ചോദിക്കാൻ ചെല്ലാം, ഒരു ആലോചന യോഗം കൂടി ഞങ്ങളെ കൂടി ഒന്ന് അറിയിച്ച് അവർക്ക് വരുമോ, ഞങ്ങളോട് ചോദിക്കാതെ അന്ന് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പലർക്കും അവിടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇത് ആലോചിച്ച് ഇത് അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റിയില്ല, പൊതുയോഗം ഇല്ല, ദൈവം പറയുന്നതൊക്കെ തന്നെ ചെയ്തോളുക. ഇത് പള്ളിയല്ല, ഇത് ഒന്നുമല്ല. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നത് അങ്ങ് ചെയ്തോളുക. അതിനോട് ചേരുവാൻ ഒത്തില്ലെങ്കിൽ അഭിമാനത്തിൻ്റെ പ്രശ്നം വരും. എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല, എന്നോടൊന്നും ആലോചിച്ചില്ല, എന്നെ വിളിച്ചില്ല. ഇതൊന്നും ഇവിടെ വിഷയമല്ല. ദൈവം പറയുന്ന അങ്ങ് ചെയ്യും, ദൈവം പറയുന്ന പോലെ അങ്ങ് ചെയ്യും. വേണ്ടിയവർ വരിക, വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പോക്കുക. ഇതാ ദൈവവേലയുടെ പ്രത്യേകത. അതുകൊണ്ട് വന്നതായ ആ നയവാൻ കുഷ്ഠരോഗിയായിട്ട് വന്നു. അവൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല കാര്യം നടന്നത്. അവൻ പിണങ്ങിപ്പോൻ ഒരുങ്ങി. അപ്പോഴാണ് ഒരു വേലക്കാരൻ പറഞ്ഞു കൊടുത്ത്, എന്തിനാ യജമാനെ നീ വിഷമിക്കുന്നത്, ഒരു കൊച്ചു കാര്യമല്ലേ പറഞ്ഞുള്ളൂ, യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അന്നാ നോക്കിക്കളയാന്ന് പറഞ്ഞു പോയി. 6 പ്രാവശ്യം മുങ്ങിയിട്ട് ഒരു വ്യത്യാസവുമില്ല. 7ാമത്തെ മുങ്ങൽ കഴിഞ്ഞപ്പോൾ അസുഖം മാറി. അപ്പോൾ ഈ ആദ്യത്തെ 6 പ്രാവശ്യത്തെ മുങ്ങൽ വെറുതെ ആയിരുന്നോ? അല്ല, രഹസ്യമായി ഓരോ പ്രാവശ്യത്തെ മുങ്ങലിലും ചില കാര്യങ്ങൾ അകത്ത് നടക്കുന്നുണ്ട്. പുറത്ത് വരാനായിട്ട് 7ാമത്തെ പ്രാവശ്യം മുങ്ങണമായിരുന്നു. അപ്പം നമ്മൾ ഉപദേശിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് 7 തലങ്ങളുണ്ട്. ശുദ്ധീകരണത്തിന് 7 തലങ്ങളുണ്ട്. അതിന് ആ ഓരോ തലങ്ങളിലൂടെയും രഹസ്യമായി അത് കടന്നു വന്നിട്ട് 7ാമത്തെ തലത്തിൽ കാണാവുന്നവല്ലോ കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളൊന്നും ചെയ്യും. ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ 7 പ്രാവശ്യം അടുപ്പിച്ച് കുർബാനയെ സംബന്ധിച്ചാൽ കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയുടെ യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ രക്തം നമ്മുടെ അടിമനസ് വരെ ശുദ്ധീകരിക്കപ്പെടണം. അടിമനസ്സിലാണ് തുടങ്ങുന്നത്. അടിമനസ് തൊട്ട് ശുദ്ധീകരിക്കപ്പെട്ട് 7 തലങ്ങൾ കടന്ന് 7ാമത്തെ തലത്തിൽ വരുമ്പോഴേ ശരീരത്തിൽ അത് എത്തുകയുള്ളൂ. ഓരോ കുർബാനയിലും നമ്മുടെ അദൃശ്യമായ അജ്ഞാതമായ അഗാധമായ സമുദ്രം പോലെ അഗാധമായ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ യേശു രക്തം തളിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നു. പക്ഷേ പുറമേ ഒന്നും കാണാനില്ല. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് ഇന്ന് ഈ വെള്ളിയാഴ്ച വരെ 7ാമത്തെ കുർബാനയായത്. അടുപ്പിച്ചുള്ള 7ാമത്തെ കുർബാനയിൽ ഈ 7ാമത്തെ കുർബാനയിൽ മാത്രം പ്രത്യക്ഷമായ വെളിയിൽ വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അത് വന്നവർക്കൊക്കെ കിട്ടും. വരാത്തവർക്കാണ് ഞാൻ ആവശ്യപ്പെടുത്തേക്ക് അറിയില്ലാത്ത ചെയ്തല്ലേ ഇല്ലേ. വരാത്തവർക്ക് ഇവിടെ ഒരിക്കലെങ്കിലും വന്നവർക്ക് അവരായിരിക്കുന്നിടത്തേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അവർ സാക്ഷ്യം പറയാൻ വരട്ടെ. ഈ കുർബാന ഈ വന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ ഇതുവരെ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയും മൈലപ്ര ധ്യാനമന്ദിരത്തിൽ വന്നിട്ട് പോയിട്ടുള്ളവർക്ക് വേണ്ടിയും ഇനിയും വരാനിരിക്കുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ വരവ് വരെ കല്യാണത്തിന് പോകേണ്ട സകലർക്ക് വേണ്ടിയുള്ള കുർബാനയാണ്. അത് ഇന്നിവിടെ വന്നവർക്ക് അത് പറ്റി വരാത്തവർക്ക് അതിവിടെ കിടക്കും. വന്നു കഴിയുമ്പോൾ അവർക്ക് കിട്ടും. ആത്മാവിൽ കൊടുത്തുവിടും. അത് ആത്മാവിൻ്റെ അടിത്തട്ടിലേക്കാണ് ആദ്യം അനുഗ്രഹം ചെല്ലുന്നത്. അത് ഉയർന്ന് ശരീരത്തിലെത്താൻ 7 തലങ്ങൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥനകൾ, ആരാധനകൾ, ധ്യാനം മുതലായവ ആവർത്തിക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധ കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ കിടന്ന കൊച്ച് പ്രസവിച്ചപ്പോൾ 3 കിലോ തൂക്കം ഉണ്ടായിരുന്നിരിക്കട്ടെ. ആ 3 കിലോ തൂക്കമുള്ള കൊച്ചായത് കന്യാമറിയ എത്ര പ്രാവശ്യം ശ്വാസം വലിച്ചപ്പോഴാ, എത്ര പ്രാവശ്യം ചങ്കിടിച്ചപ്പോഴാ, എത്ര പ്രാവശ്യം ആ കിഡ്നി പ്രവർത്തിച്ചിട്ടാ, എത്ര പ്രാവശ്യം കുഴിച്ചിട്ടാ, എത്ര പ്രാവശ്യം കക്കൂസിൽ പോയിട്ടാ. ഇതെല്ലാം കൊച്ചിനെ വഹിച്ചുകൊണ്ട് അമ്മ ചെയ്തു. ഇതുപോലെ യേശു കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നമ്മൾ ആവർത്തിക്കണം യാമപ്രാർത്ഥനകൾ, പ്രിയലായിസ്വൻ, ഹല്ലേലൂയ, കരുണയുണ്ടാകണമെന്ന് പറയുന്നതിൽ ഇത് ആവർത്തന വിരസത ഉണ്ടാകുന്നത് അകത്ത് കിടക്കുന്ന കുഞ്ഞ് വളരുകയാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ആ അകത്ത് കിടക്കുന്ന കൊച്ച് ഇനി ഇത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അമ്മ ദിനചര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കൊച്ചിന് അമ്മയുടെ ദിനചര്യകൾ കൊണ്ട് മാത്രമേ വളരാനൊക്കെ ഉള്ളൂ. ഇതുപോലെ ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന യേശുവിനെ വളർത്തി വിട്ടാൽ മാത്രം അവൻ നമ്മളെ എടുത്തുകൊണ്ട് പോവുകയുള്ളൂ. കന്യാമറിയാമിനെ ഓഗസ്റ്റ് മാസം 15-ാം തീയതി കർത്താവ് എടുത്തുകൊണ്ട് പോയി. പക്ഷേ കന്യാമറിയാം യേശുവിനെ എടുത്തുകൊണ്ട് തിരുനാൾ നടന്നു. ഇത് രണ്ടുമുണ്ട്. നമ്മുടെ ഏത് കാലമാണ്? നമ്മൾ യേശുവിനെ എടുത്തുകൊണ്ട് നടക്കേണ്ട കാലമാണ്. യേശുവിനെ വളർത്തിക്കൊണ്ട് നടക്കേണ്ട കാലമാണ്. അവൻ്റെ വളർച്ച പൂർത്തിയായി അവൻ സ്വർഗ്ഗാരോഹണം ചെയ്താൽ അവൻ നമ്മളെ എടുത്തുകൊണ്ട് പൊക്കോളും. ആ ഒരു പ്രത്യാശയിൽ ഇതെല്ലാം സഹിക്കണം എന്ന് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ദൈവ ഇഷ്ടപ്രകാരം നടക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ മർമ്മങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ 7ാമത്തെ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെയുള്ള 7 കുർബാന കൊണ്ട് പൂർണ്ണതയിലെത്തിയ ചില അനുഗ്രഹങ്ങളുണ്ട്. അതിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വിതരണം ചെയ്യുകയാണ്. വന്നിട്ടുള്ളവരും വരുന്നവരും വരാനിരിക്കുന്നവർക്കും അത് അവിടെ ആത്മാവിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അവർ 7 പ്രാവശ്യമെങ്കിലും അടുപ്പിച്ച് കുർബാനയിൽ വരുമ്പോഴേ അതവിടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതുവരെ രഹസ്യമായ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണ്. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ ധൂപപ്രാർത്ഥന നടത്താം. എല്ലാ വിശുദ്ധന്മാരെയും 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെയുള്ള കർത്താവിനെ സ്വീകരിച്ച് വളർത്തിവിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യിച്ച വിശുദ്ധന്മാരോടൊപ്പം നമ്മൾ ധൂപപ്രാർത്ഥന നടത്താൻ പോവുകയാണ്.
അങ്ങനെ വന്നവരും വരുന്നവരും വരാനിരിക്കുന്നവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇവിടുത്തെ ഈ ധ്യാന കുർബാനയും അനുഗ്രഹമാകുവാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അത് നമുക്ക് അനുഗ്രഹമാകട്ടെ. അനുഗ്രഹങ്ങൾ ഭാവിക്കുന്നതിനും ആത്മാവിൽ ദരിദ്രരായിട്ട് ദൈവരാജ്യത്തെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷത്തിൽ പ്രാപിക്കുന്നതിന് ഞാൻ പഠിക്കുവാൻ തന്ന ഭാഗ്യത്തിന് നന്ദി പറയാം. ഇവിടെ വന്നവരും വന്നിരിക്കുന്നവരും വരാനുള്ളവരും എല്ലാവർക്കുള്ള അനുഗ്രഹങ്ങൾ അയച്ചു കഴിഞ്ഞു. അത് യഥാസമയം അവർക്ക് അത് അനുഭവവേദ്യം അവർ മടങ്ങി വന്ന സ്തോത്ര കുർബാനയ്ക്കായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഉണർന്നപ്പോൾ കർത്താവ് തന്നൊരു സന്ദേശം നിങ്ങളുമായി പങ്കിടുകയാണ്. അസീസിയിലെ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന ഒരു പരിശുദ്ധൻ്റെ ജീവചരിത്രം എഴുതിയൊരു പുസ്തകം വായിക്കാനിടയായി. ദൈവാത്മാവ് അത് വായിക്കാൻ പറഞ്ഞപ്പോൾ കിട്ടിയ സന്ദേശം ഇതാണ്. വലിയ ധനികനായ ഒരു മനുഷ്യൻ്റെ മകനായിരുന്നു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആൾ. വചനം വായിച്ചു കഴിഞ്ഞ് ദരിദ്രനായി തീർന്നാൽ ദൈവരാജ്യം കിട്ടുമെന്ന് കേട്ടപ്പോൾ അത് മനസ്സിൽ കയറ്റുകയും കൊണ്ടു. എനിക്ക് ദൈവരാജ്യം വേണം, ദരിദ്രനാകുകയും വേണം. കോടിക്കണക്കിന് രൂപ വസ്തുവകയുള്ള അപ്പൻ്റെ ഒരു മകനുമാണ്. പക്ഷെ ആ വസ്തുക്കൾക്കോ ആ വീട്ടിലുള്ള താമസം കൊണ്ടോ അദ്ദേഹത്തിന് യാതൊരു സംതൃപ്തിയും ലഭിച്ചില്ല. ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷം എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ സകലതും ഉപേക്ഷിച്ചിരിക്കുന്നു, എനിക്ക് എൻ്റെ യേശു മാത്രം മതി എന്ന് പറഞ്ഞ് താൻ വീട്ടിൽ നിന്നിറങ്ങി ഒരു പള്ളിയിൽ പോയി. ജീർണിച്ച് താഴെ വീഴാറായൊരു പള്ളി വരുന്നവിടെ എണ്ണം വളരെ കുറവ്. മാമോദിസയേറ്റവരാണെങ്കിൽ നാമധേയ ക്രിസ്ത്യാനികളായി ജീവിച്ച് സഭ ലോകവുമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു കാലയളവ് 12-ാം നൂറ്റാണ്ടിലെ സംഭവമാണ്. അങ്ങനെ സഭയിലെ നാമധേയ ക്രിസ്ത്യാനികളെ യഥാർത്ഥ ക്രിസ്ത്യാനികളാക്കുവാൻ താൻ തന്നെ ആദ്യം സത്യക്രിസ്ത്യാനികളാൻ തീരുമാനിച്ചു. ജീർണിച്ചിരിക്കുന്ന പള്ളി പണിയാൻ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ ശക്തി മുഴുവനും പ്രയോഗിച്ച് ആ പള്ളിയിലെ അച്ഛനോടൊത്ത് ആ ജീർണിച്ച് കിടക്കുന്ന പള്ളി പണിയാനായിട്ട് അഹോരാത്രം ബന്ധപ്പെടാൻ തുടങ്ങി. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഈ ജീർണിച്ച് കിടക്കുന്ന പുറത്തെ പള്ളി മാത്രമല്ല അകത്തെ പള്ളിയും കൂടെ പണിയണം പറഞ്ഞു. അകത്തെ പള്ളിയാണ് ആദ്യമായി ജീർണിച്ചത്. ഏതാ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായിരിക്കണം. അകത്തെ പള്ളി പണിതാലേ പുറത്തെ പള്ളി പണി തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും ഒരുമിച്ച് പണിയാൻ തുടങ്ങിയപ്പോൾ പള്ളി പണി പൂർത്തിയാകാൻ തുടങ്ങി. അനേകർക്ക് മാനസാന്തരം വിടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ സമ്പന്നനായ പിതാവിൻ്റെ മകനായിരിക്കുന്നത് എനിക്ക് ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് ലഭിക്കണമെങ്കിൽ തൻ്റെ പിതൃസ്വത്ത് അവകാശം മുഴുവനും ഉപേക്ഷിച്ചിട്ട് ദരിദ്രനാകണമെന്ന് തീരുമാനിച്ചിട്ട് പള്ളിയിൽ വെച്ച് താനൊരു തീരുമാനമെടുത്തു. പള്ളിയിലെ ഈ പള്ളി പുതുക്കി പണിയുന്നതിന് നേതൃത്വം വഹിക്കുന്ന ഈ ഫ്രാൻസിസിന് നല്ല ആഹാരം ആ വികാരിച്ചൻ കൊടുക്കുമായിരുന്നു. വികാരിച്ചൻ വലിയ സന്തോഷമായിരുന്നു. ഒരാളിങ്ങനെ പള്ളി പണിയിക്കാനും പണിയാനും വന്നത് ഒരു വലിയ കാര്യമായി ഫ്രീ ആയിട്ട് സമയം മുഴുവനും പള്ളി പണിയാനും പണിയിക്കുവാനും ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ അച്ഛന് വലിയ സന്തോഷമായി. ഈ ഫ്രാൻസിസിന് നല്ല ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കൊണ്ടിരുന്നു. കഷ്ടപ്പെടുന്ന ആളല്ലേ, ശരിക്കും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറേ നാൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് തന്നോട് ചോദിച്ചു, നിനക്കിപ്പോൾ നല്ല ആഹാരം ഈ അച്ഛൻ തരുന്നുണ്ട്, പക്ഷെ ആഹാരമില്ലാതെ പട്ടിണി കിടക്കുന്ന അനേകരുണ്ട്. നീ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം ദാരിദ്ര്യത്തിൻ്റെ വ്രതമെടുത്ത് പരിശുദ്ധ ദൈവരാജ്യത്തിൻ്റെ സമ്പത്ത് നേടിയെടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. പള്ളി പണിയുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ തരുന്ന ആഹാരം ഇന്ന് വേണ്ടാന്ന് വെക്കുക, എന്നിട്ട് തെരുവിലോട്ട് ഇറങ്ങുക, യാചകരായി യാതൊരു സമ്പത്തും ഇല്ലാതെ ഇരന്ന് നടക്കുന്ന യാചകരുടെ കൂടെ കൂടുക, എന്നിട്ട് വീടുകളിലൊക്കെ കണ്ണക്കാട് കൂടെ നീയും കൂടെ കൂടുക, അവിടെ ചെന്ന് സുവിശേഷം പറയുക. സുവിശേഷം പറഞ്ഞതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ആഹാരം ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിക്കാം. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവർക്ക് സകല നന്മയ്ക്ക് ഓഹരി കൊടുക്കണമെന്നൊരു വചനമുണ്ട്. അങ്ങനെ ഭവനങ്ങളിൽ കയറി ഇറങ്ങി സുവിശേഷം പറയുക, വചനം കൊടുക്കുക, അതിനുശേഷം അവരുടെ എല്ലാ നന്മയ്ക്കും ഓഹരി തരേണ്ടതാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. തരുന്ന വാങ്ങിച്ചുകൊണ്ട് പോവുക, ചീത്ത വിളിച്ച് അത് കേട്ടേ ചോക്കൊള്ളാൻ പോകും. അങ്ങനെ ഓരോ ഭവനങ്ങളിൽ കയറി ഇറങ്ങി യാചകരോടൊപ്പം യാചിക്കാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. പലർക്കും അത് പുച്ഛമായി തോന്നി. കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു ധനികനായൊരു മനുഷ്യൻ്റെ മകനായി തെണ്ടി നടക്കുന്നുണ്ട്. അവർക്ക് പുച്ഛമായി, അതൊരു ഭ്രാന്താണെന്നാണ് വിചാരിച്ചത്. ധനികനായ മനുഷ്യൻ്റെ മകൻ ഭ്രാന്തനായിട്ടിങ്ങനെ തണ്ടക്കാട് കൂടെ കയറി ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും പുച്ഛമായി. ആരും ഒന്നും കൊടുത്തില്ല. എൻ്റെ വീട്ടിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടല്ലോ, നീ എന്തിനാ ഇങ്ങനെ അലിഞ്ഞു നടക്കുന്നത്, ഇതൊരു ഭ്രാന്താണെന്ന് പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞു. അവർക്ക് നന്ദി പറഞ്ഞു വെച്ചാൽ അടുത്ത വീട്ടിൽ കയറും. അങ്ങനെ ഒത്തിരി വീടുകൾ കയറി അവസാനം ഒരു വീട്ടിൽ നിന്ന് അവർ കഴിച്ചതിന് ബാക്കി കുറച്ച് എച്ചിലുണ്ടായിരുന്നു, അത് കൊടുത്തു. പാത്രം നിറച്ച് എച്ചിൽ കിട്ടി. പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച്
കർത്താവെ, ഞാൻ സമ്പൂർണ്ണ ദരിദ്രനാകാൻ വേണ്ടി, സുവിശേഷം പറയാൻ വേണ്ടി നാമധേയ ക്രിസ്ത്യാനികളെ ജീവിക്കുന്ന വീട്ടിൽ കയറി വചനം പറഞ്ഞിട്ട് എനിക്ക് അവസാനം കിട്ടിയത് എച്ചില, നാറുന്നതാണ്, അശുദ്ധി വഹിക്കുന്നതാണ്, പാത്രത്തിലുണ്ട്. ഇതാ എനിക്ക് കിട്ടിയത്, നന്ദി എന്ന് പറഞ്ഞു. ആദ്യം മടുപ്പ് തോന്നി, അറപ്പ് തോന്നി. ഇത് എങ്ങനെ ഇതാ കിട്ടിയത്? ആ വീട്ടിൽ കിടന്ന് കുളിച്ച് വളിച്ചത് വേണ്ടാതെ എച്ചിലെടുത്ത് കൊടുത്തത് അതും കൊണ്ട് വന്നിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവ്, ഇന്ന് എനിക്കിതാ തന്നത്. ഞാൻ നിന്റെ വേല ചെയ്തു, നിന്റെ പള്ളി പണിയുന്നു, നിന്റെ അകത്തെ പള്ളിയിൽ പണിയുന്നു, നീ പറഞ്ഞ വീട്ടിലൊക്കെ പോയി സുവിശേഷം പണി, കിട്ടിയത് ഇതാ, നന്ദി. ഒരു പരാതി എനിക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സ്തോത്രത്തോടെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായെന്നാണ് പറയും. പരിശുദ്ധാത്മാവിൻ്റെ ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം മുഴുവൻ തുള്ളിച്ചാടിയെന്നാണ് പറയും. അത് അതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ അനുഭവത്തിൽ ആയിരങ്ങളെ താൻ മാനസാന്തരപ്പെടുത്തി, ഒത്തിരി പള്ളികൾ പണിതു, ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് അനേക സന്യാസിമാരായി, ദാരിദ്ര്യ വ്രതമെടുത്ത് ആയിരക്കണക്കിന് പേര് സന്യാസിമാരായി. അങ്ങനെ അധപ്പതിച്ചു പോയ സഭ 12-ാം നൂറ്റാണ്ടിൽ വീണ്ടും വിശുദ്ധന്മാരെ വളരുന്ന സ്ഥലമായി വന്നെന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ വചനത്തിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണെന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവെ, ആത്മാവിൽ ദരിദ്രരാകുന്ന എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കണം. ദാരിദ്ര്യ വ്രതത്തിൻ്റെ ഗുണം എന്താണ്? നീ ഈ ലോകത്ത് രാജാതിരാജനായ കർത്താവ് പാറപ്പത്തിൽ വന്ന് ജനിച്ചു, കന്നാലിക്കൂട്ടി കൊതുകടി കണ്ട് കിടന്നു. ഇത് ഞങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി ദരിദ്രനായ വിധവത്തെ കുറിച്ച് ആസ്വദിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള നിന്നെക്കാളധികം നിന്റെ ദാനങ്ങളോടുള്ള താല്പര്യത്തെ അത് വിഗ്രഹമായി പിശാച് ചിത്രീകരിച്ച് ഞങ്ങളുടെ ഉള്ളിൽ കൊടികുത്തി വാഴുന്നു. ഞങ്ങൾക്ക് നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾ പാടിയതുപോലെ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എന്ന് പറയുന്ന ആ ദാരിദ്ര്യമുള്ള ഹൃദയത്തിൽ കർത്താവ് രാജാവായി വസിച്ചിട്ട് കന്യാമറിയ ആത്മാവിൽ നിറഞ്ഞ യേശുക്കുഞ്ഞിന് മാംസം ധരിക്കുവാൻ തന്റെ ശരീരം വിട്ടുകൊടുത്തത് സന്തോഷിച്ചതുപോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം ആസ്വദിച്ച് അത് അനേകരുമായി പങ്കിട്ട് അത് ഇരട്ടിയാക്കി അങ്ങനെ നിന്റെ രാജ്യത്തിലെ രാജ്ഞിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും